ഹലോ വ്യൂവേഴ്സ്, ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് BSNL പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറിയതിന് ശേഷം BSNL പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ BSNLൻ്റെ ഒരു സൈറ്റ് ഓപ്പണായി വരും. അതിനുശേഷം ഇതിൽ നിന്ന് നാലാമത്തെ ടാബ്, അതായത് റീചാർജ് എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ മൊബൈൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ കോളത്തിൽ നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ കോളത്തിൽ അത് കൺഫേം ചെയ്യുന്നു ഒന്നുകൂടെ. മൂന്നാമതായിട്ട് നമ്മുടെ സർക്കിൾ സെലക്ട് ചെയ്യുക, അതായത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അടുത്ത കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അവിടെ നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത ടാബ് കോൺടാക്റ്റ് നമ്പറാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ആ കോഡ് നമ്മൾ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന സബ്മിറ്റ് എന്നുള്ളൊരു നീല ടാബിൽ അമർത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് കാണും. ഇവിടെ നമുക്ക് പലതരം ടാബുകൾ കണ്ട് അതിനകത്ത് ആദ്യമേ ടോപ്പപ്പ് ആണ്. ടോപ്പപ്പിനകത്ത് നമുക്ക് പലതരം റീചാർജ് പ്ലാനുകളും എല്ലാം കാണാൻ പറ്റും. രണ്ടാമത് ഫ്ലെക്സി ടോപ്പപ്പുകളുണ്ട്, അതെല്ലാ ഡീറ്റെയിൽസ് നമുക്കറിയാം. രണ്ടാമത്തെ ടാബിൽ STV, അതായത് നമ്മുടെ ഡേറ്റ വൗച്ചർ, വോയിസ് വൗച്ചർ, അതുപോലത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. നമുക്കിപ്പോൾ വേണ്ടത് മൂന്നാമത്തെ ടാബാണ്, അതായത് പ്ലാനാണ്. അവിടെ വാലിഡിറ്റി എക്സ്റ്റൻഷൻ എന്നൊരു ടാബുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഏതൊക്കെ പ്ലാനുകളാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് ആദ്യം ഞങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് പ്ലാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേയ്മെൻറ്റിൻ്റെ ടാബിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇവിടെ നമുക്ക് പലതരം പേയ്മെൻറ്റുകൾ യൂസ് ചെയ്യാം. ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പിന്നെ ഡെബിറ്റ് കാർഡ്, അങ്ങനെ പലതരം മോഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ടെക് സംബന്ധമായ വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.